ആറാമത്തെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന അറസ്റ്റ് വളരെ നിർണായകമാണ്. എ പത്മകുമാർ എന്ന CPIM-ന്റെ മുതിർന്ന നേതാവ്, മുൻ MLA, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. അങ്ങനെ വളരെ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആർ ശ്രീജിത്ത് അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ത് എന്നത് വിലയിരുത്താനായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ആറാമത്തെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനുശേഷം ചില ഉദ്യോഗസ്ഥർ, അതെല്ലാം കഴിഞ്ഞ് എൻ വാസുവിലേക്ക് എത്തി. എൻ വാസു പാർട്ടിയുമായി വളരെ അടുപ്പം പുലർത്തുന്നയാളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അറസ്റ്റ് അതൊട്ടും ചെറുതായി കാണാൻ കഴിയുന്നതല്ല. പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്, മുൻ MLA ആണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി. അപ്പോൾ നേരത്തെ MV ഗോവിന്ദന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ട തരത്തിലേക്ക് ലഘുവായി അതിനെ കാണാൻ കഴിയില്ല പാർട്ടിക്ക് എന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എങ്ങനെയാകും? അനുജ, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല എന്നതാണ് മുഖ്യമന്ത്രിയും ഒപ്പം CPIM-ന്റെ നേതൃത്വവും എടുത്തിരിക്കുന്ന പൊതു സമീപനം.